guys, it's me Amrita Ishthas and welcome back to another beautiful episode of Snehamritam. So ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നതിന് മുന്നേ ഐ വോണ്ട് ടു താങ്ക് യു പീപ്പിൾ. കാരണം ഒരുപാട് നാൾക്ക് ശേഷം ഇട്ട വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. അപ്പം എല്ലാവരും കീപ് സപ്പോർട്ടിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ് ടു മൈ ചാനൽ. ആൻഡ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും എനിക്കും ജയിക്കും ഷിഫ്റ്റ് ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ നമ്മൾ പുറത്തുള്ള അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ചുമ്മാ പുറത്ത് പോകണതൊക്കെ ചെയ്യാറുള്ള ദിവസം ഇന്നാണ്. അപ്പം ഇന്ന് എനിക്കൊരു ബ്ലഡ് ടെസ്റ്റ് അപ്പോയിൻമെൻ്റ് ഉണ്ട് ആൻഡ് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് നെൽസൺ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 80 കിലോമീറ്റേഴ്സാണ് നെൽസണിലേക്കുള്ളത്. ആൻഡ് ഞങ്ങൾ രണ്ടുപേരും നെൽസൺ ഇതുവരെ കണ്ടിട്ടില്ല. ആൻഡ് അതുപോലെ തന്നെ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, തമിഴ് കിച്ചൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും അവിടെ പോയി കഴിക്കാറുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടൈം കിട്ടിയിട്ടില്ല. സോ ഇന്ന് അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഇറങ്ങുന്ന സമയത്ത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇറങ്ങി അങ്ങോട്ട് കുറച്ച് നീങ്ങിയപ്പോൾ മേഘമൊക്കെ മൂടി വന്ന് നല്ല മഴയ്ക്കുള്ള ചാൻസ് കണ്ടു. നെൽസണിലെ വെതർ നോക്കിയപ്പോൾ അവിടെ നല്ല പൊരിഞ്ഞ മഴയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ വ്യൂവിൽ ആ വൈബിൽ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഒരു 12:30 ഞങ്ങൾ ലാബിലെത്തിയപ്പോൾ തന്നെ. സോ ഇന്നത്തെ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെനിക്കൊരു ഡ്രിങ്ക് തരും. അത് കുടിച്ചതിന് ശേഷം 1 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്യണം, എന്നിട്ടാണ് അവർ ബ്ലഡ് എടുക്കുക. അപ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ആ ഡ്രിങ്ക്. അതൊരു ഗ്ലൂക്കോസ് ഡ്രിങ്ക് ആയിരുന്നു. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വായ വെക്കാൻ കൊള്ളാത്തൊരു ഗ്ലൂക്കോസ് ഡ്രിങ്ക് ആയിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ അതൊരു ഓറഞ്ച് ഫ്ലേവർ ആയിരുന്നു. എനിക്ക് വലിയ താല്പര്യമില്ല ഫ്ലേവർ. അപ്പം ഞങ്ങളുടെ ബ്ലഡ് ടെസ്റ്റും ഒക്കെ കഴിഞ്ഞ് വന്നപ്പം ഒരു 1:30 എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മുടെ ഭക്ഷണം കഴിക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണത്തിൽ കോംപ്രമൈസ് ചെയ്യാത്ത ആൾക്കാരായതുകൊണ്ടും നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ടും ഞങ്ങൾ രണ്ടുപേരും മെക്ഡിന്ന് ഒരു കുഞ്ഞ് ബർഗർ കഴിക്കാൻ വിചാരിച്ചു. കുഞ്ഞ് ബർഗർ എന്ന് പറയുമ്പം അവിടുത്തെ അത്ര കുഞ്ഞതല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബർഗറും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്തു. നല്ലതാണ് ചോദിച്ചാൽ അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് മഴയായിരുന്നു. ഞങ്ങൾ ട്രെയിൽ തൊട്ട് നെൽസൺ വരെ മഴയായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. കാണാനുള്ള വ്യൂ ആണെങ്കിലും അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു പ്രത്യേക വൈബായിരുന്നു ഈ ഒരു ഡ്രൈവ്. അതുപോലെ ചില സ്ഥലങ്ങളിൽ ഫോഗ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ചത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഡ്രൈവ് ചെയ്യാനായിട്ട്. പിന്നെ അങ്ങനെ എന്താ പറയുക, നമുക്ക് ഒരുപാട് ഉപദ്രവം തരുന്ന മഴയും ഫോഗൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും രണ്ടുപേരും എൻജോയ് ചെയ്തിട്ടാണ് പോയത്. നെൽസൺ എത്തിയ സമയത്തും ഇതുപോലെ തന്നെ മഴ തന്നെയായിരുന്നു. പക്ഷേ റെസ്റ്റോറൻറ്റിൽ കയറുന്ന സമയത്ത് അത്ര എന്താ പറയുക ഹെവി ആയിട്ടുള്ള മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ചാറ്റൽ മഴയായിരുന്നു. അതുകൊണ്ട് നമുക്ക് രസമായിരുന്നു, നൈസായിരുന്നു പോകാനായിട്ട്. അപ്പം ഫൈനലി ഞങ്ങൾ റെസ്റ്റോറൻറ്റ് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ മെനു കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. കാരണം നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ഒരു മെനു കാർഡായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് സോ ഹാപ്പി ടു സീ ദാറ്റ്. പക്ഷേ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ആൻഡ് ഞങ്ങൾ ആക്ച്വലി മുംബൈയിലായിരുന്നു ഇവിടേക്ക് വരുന്നതിന് മുന്നേ. മുംബൈയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. സോ അവിടെ നിന്ന് നമ്മൾ ഡെയിലി എന്ന് പറയുന്നില്ല, പക്ഷേ ഒരാഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യമെങ്കിലും നമ്മൾ പാനിപൂരി ടേസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ മെനു കാർഡിൽ കണ്ടത് പാനിപൂരി, ദഹിപൂരി ഒക്കെയാണ്. സോ നമ്മൾ ഒരു ദഹിപൂരി ഓർഡർ ചെയ്തു. പക്ഷേ വലിയ കുഴപ്പമില്ല. അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ദഹിപൂരി ആയിരുന്നില്ല, പക്ഷെ സാറ്റിസ്ഫൈങ് ആയിരുന്നു. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് അവിടെ നിന്ന് വന്നതിന് ശേഷം ഇവിടെ നിന്ന് വന്ന് കഴിച്ചിട്ടേ ഇല്ല. സോ കമ്പാരിറ്റീവ്ലി സാറ്റിസ്ഫൈങ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് ബീഫിൻ്റെ കൊത്തു പൊറോട്ട എന്നാണ്. ശരിക്കും എൻ്റെ പേരാണെന്ന് ഞാൻ മറന്നുപോയി. അന്ന് ഞാൻ ഓർത്ത് വെച്ചതായിരുന്നു, പക്ഷെ മറന്നുപോയി. പക്ഷേ ഇത് അടിപൊളി സാധനമായിരുന്നു. നല്ല സ്പൈസി ആയിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കഴിക്കാനായിട്ട്. ആൻഡ് നമ്മൾ നാട്ടിലുണ്ടാക്കണ ആ ഒരു ബീഫ് ഉണ്ടല്ലോ, അതിൻ്റെ സെയിം ടേസ്റ്റ് ആയിരുന്നു അതിനുണ്ടായിരുന്നത്. ഇറ്റ് വാസ് സോ ഡാം ടേസ്റ്റി. പക്ഷേ ഗൈസ് ശരിക്കും പണി കിട്ടിയത് ഈ ഡിഷിലാണ്. ഞാൻ വിചാരിച്ച വെജ് താളി ഇതായിരുന്നില്ല. വെജ് താളി എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ വെള്ളച്ചോറും നല്ല ചൂട് കറികളും. പക്ഷെ ഇത് മൊത്തം നോർത്ത് ഇന്ത്യൻ കറിയായിരുന്നു. ആകെ രസവും പപ്പടം ആയിരുന്നു ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നത്, അതായത് നമ്മൾ ഉദ്ദേശിച്ച പോലെ. പക്ഷെ ബാക്കി എല്ലാം അതും നോർത്ത് ഇന്ത്യൻ കറിയായിരുന്നു. ബട്ട് അത് മൊത്തത്തിൽ അങ്ങോട്ട് ഫ്ലോപ്പായിപ്പോയി. സോ ആ ഡിഷ് അങ്ങനെ തന്നെ മാറ്റി വെച്ചു ഗൈസ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 6 മണിയാകുമ്പോഴേക്കും എല്ലാ ഷോപ്സും ക്ലോസ് ചെയ്യും. അപ്പം ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയ സമയം എന്ന് പറഞ്ഞൊരു 4:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഏകദേശം ക്ലോസ് ചെയ്യാറായ സമയമാണ്. പക്ഷേ എന്നാലും ആ ടൈം ഗ്യാപ്പിലുള്ള കുറച്ച് കടകളിൽ നമ്മൾ കയറിയായിരുന്നു.
പിന്നെ ട്രെയിലിൽ പോലെയല്ലോ നെൽസൺ ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട്. പിന്നെ അവരുടെ സ്ട്രീറ്റും കാണാൻ നല്ല രസമാണ്. അപ്പം അവിടുത്തെ സ്ട്രീറ്റിൽ കൂടെ കുറച്ച് നേരമൊക്കെ നടന്നതിന് ശേഷം ഞങ്ങൾ വാൾമാർട്ടിലേക്ക് തിരിച്ചു. ഇവിടുത്തെ വാൾമാർട്ട് നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ ട്രെയിലുള്ള വാൾമാർട്ടാണ് കുറച്ചുകൂടി വലുത് കമ്പാരിറ്റീവ്ലി. അപ്പോൾ ഇവിടുത്തെ കാണാൻ വേണ്ടി വാൾമാർട്ടിലേക്ക് വന്നതാണ്. പക്ഷേ വാൾമാർട്ടിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു വ്യൂ ആണിത്. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ്ലി ആയിട്ടാണ് ഞങ്ങൾ കണ്ടത്. ആൻഡ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ടു സീ. ആൻഡ് നല്ലൊരു സ്ഥലം കിട്ടിയതല്ലേ. സോ എങ്ങനെ പോയാലും നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വീഡിയോസും പിന്നെ കുറച്ച് ഫോട്ടോസും നിർബന്ധമായിട്ട് എടുക്കണം. പിന്നെ ഇപ്പം എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് ഇല്ലാത്തതുകൊണ്ട് 2-3 ഫോട്ടോസ് ഞാൻ എടുത്തായിരുന്നു. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നടന്ന് ചില്ല് ചെയ്തതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും തിരിച്ച് വീട്ടിലോട്ട്. കാരണം അപ്പം തന്നെ ഒരു 6:37 ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് വല്ലാണ്ട് ലേറ്റായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു പ്രഗ്നൻസി സിറ്റുവേഷനിൽ റിസ്ക് എടുക്കണ്ട എന്ന് ജയ് പറഞ്ഞുകൊണ്ടും ഐ തോട്ട് അത് കറക്റ്റായിരുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. സോ ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഒരു ചെറിയൊരു ദിവസം. പെട്ടെന്ന് തീർന്നു പോയി നമ്മൾ ട്രാവലിംഗ് ആയപ്പം. പക്ഷെ എന്നാലും ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു റൈഡായിരുന്നു, ഒരു ഡ്രൈവായിരുന്നു. അത് ക്ലൈമറ്റ് ആണെങ്കിലും സ്ഥലങ്ങളാണെങ്കിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത് പോയൊരു ഡ്രൈവായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ആസ് ഐ ഓൾവേസ് സേ, ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ് ടു മൈ ചാനൽ. ആൻഡ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ അമൃതേഷ് സൈനിങ് ഓഫ് ഫ്രം സ്നേഹാമൃതം ആൻഡ് ബൈ.